welcome back to our channel. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഒരു ചലഞ്ച് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഒരു 5 minute മേക്കപ്പ് ചലഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇതുവരെ 5 മിനിറ്റ് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡൗട്ട് ആണ്. എന്നാലും ഇപ്പൊ പെട്ടെന്നൊക്കെ പുറത്തു പോകണം, പെട്ടെന്ന് ഒരുങ്ങാനൊക്കെ പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ ഒരുങ്ങാറുണ്ട്. അപ്പോൾ നമുക്കത് ടൈം ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒരു 5 മിനിറ്റിൽ ഒരുങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ടൈമറൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ 5 മിനിറ്റുള്ള മേക്കപ്പ് ചലഞ്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ടൈമർ 5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ റെക്കോർഡിങ്ങും കാണിക്കാം അതിൻ്റെ. ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ ഫോൺ വെക്കുന്ന ഒരു 2 സെക്കൻഡ് പോകും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാണ്. സോ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അണ്ടർ ഐസിൻ്റെ അവിടെയും ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് എല്ലാം ഞാൻ ഈ കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുങ്ങുന്ന ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല, അതുപോലെ ഇടയ്ക്ക് ട്രിം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാൻ ഞാൻ പടപടാതെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺസീലർ ഇട്ടതിന് ശേഷം ഞാൻ അതൊന്ന് ഡാംപ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഞാൻ വന്നിട്ട് ചീക്ക് ടിൻ്റൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചീക്ക് ടിൻ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് കൈൻഡ് ഓഫ് ലിപ് ബാമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചീക്ക് ടിൻ്റാണ്. അപ്പോൾ ഞാനത് ഐ ഷാഡോ ആയിട്ട് അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് സമയം ലാഭിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടത് കുറച്ച് കൂടിയൊക്കെ പോയ പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അതൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ബ്ലഷൊക്കെ ഇടുന്നത് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ചിക്കിൻ്റെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇട്ടത്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ വന്നിട്ട് ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടുകയാണ്. അതും ഞാൻ ഈ ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലെൻഡ് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ മണ്ടയിലും അറിയാതെ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഐ ഷാഡോ ഞാൻ അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് ലൈറ്റായിപ്പോയി. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി, കുറച്ചും കൂടി ഒന്ന് അറിയുന്ന രീതിയിലാക്കി. എന്നിട്ട് ആ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഐസിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലെൻഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ഞാൻ ചെയ്യാൻ പോയത് ഐബ്രോസ് ആണ്. ഐബ്രോസ് ശരിക്കും പറഞ്ഞാൽ ധൃതിയിൽ എഴുതിയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കൂടിപ്പോയി. പിന്നെ ഞാൻ ആ സ്പ്യൂൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ വെച്ചപ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ചെയ്യുന്നതെല്ലാം കഴിവതും ഒന്ന് പെർഫെക്റ്റ് ആവാനും വൃത്തിയാവാനും ഒക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൺസീലറൊക്കെ വെച്ചിട്ട് ചെറിയ കറക്ഷൻസൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇനി ഞാൻ ഫുൾ ഫേസ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫേസും നെക്കും എല്ലാം അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഹൈലൈറ്ററും ബ്ലഷും കൂടി ഉള്ളൊരു പാലറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഞാൻ ഹൈലൈറ്ററാണ് കേട്ടോ എടുത്തത്. ജസ്റ്റ് ചീക്സിൻ്റെ അവിടെയും നോസിൻ്റെ ബ്രിഡ്ജിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അണ്ടർ ഐസിൽ കുറച്ചൊന്ന് ഡാർക്ക് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു അവിടെ. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് കഴിയാറായി. പിന്നെ ഇനി ഐ മേക്കപ്പും കൂടി ചെയ്യണം. ഐ മേക്കപ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നല്ല ഡൗട്ടാണ്. അപ്പോൾ ഞാൻ
ഞാനിവിടെ ഐ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കണ്ണെഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും പുറത്തൊക്കെ പോകുമ്പോഴും തന്നെ അപ്പർ ലിഡ്സാണ് കൂടുതലും എഴുതാറുള്ളത്. അത് മിങ്ക്ഡ് ഐ ആണ് ഞാൻ എഴുതാറുള്ളത്. ഇനി ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റിന് താഴെയുള്ള സമയം എനിക്ക് മസ്കാര ഇടാനുണ്ട്. ലിപ്സ് കുറച്ചും കൂടി ഒന്ന് കറക്റ്റാക്കാനുണ്ട്. ടൈം കിട്ടുമോ അറിയില്ല. എന്തായാലും ഞാൻ അത് ട്രൈ ചെയ്യുകയാണ്. മസ്കാര ഇടുകയാണ്. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും താഴെയും മേളിലും വരയ്ക്കണം. എങ്കിൽ ആ ഒരു ലാഷസ് കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും മേളിലും വരച്ച് താഴെയും വരയ്ക്കുന്നുണ്ട്. ടൈം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ട്. സോ ഞാൻ നല്ല ക്ഷമയോടെ മസ്കാര ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് വൃത്തിയായിട്ട് ഇടണം തോന്നി. അത് അത്യാവശ്യം നന്നായിട്ടാണ് ഞാൻ മസ്കാര ഇട്ടത്. പിന്നെ ലിപ്സ് അപ്പർ ലിപ്സും കൂടി ഒന്ന് ടച്ച് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞ 5 മിനിറ്റ് തീരുന്നതിന് 2 സെക്കൻഡ് മുന്നേ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 5 മിനിറ്റിന്റെ നമ്മുടെ ഒരു മേക്കപ്പ് ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പടയത് ചെയ്യുമായിരുന്നു. ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണെഴുതാൻ ടൈം കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ വിചാരിച്ചു കണ്ണെഴുതുന്ന ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. ബാക്കി ബ്ലഷും ഹൈലൈറ്ററും പിന്നെ എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. ഐബ്രോസ് എനിക്ക് എന്തായാലും ചെയ്യണം. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഐബ്രോസ് ആൻഡ് ഐസ് ചെയ്യാറുണ്ട്. പക്ഷേ ഐസ് എനിക്ക് പറഞ്ഞില്ലേ ടൈം കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഐഷാഡോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ചീക്ക് ടിൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഐഷാഡോ അത് ഇടാൻ പറ്റും. ചീക്ക് ടിൻറ്റ് ആൻഡ് ലിപ് ബാം ആണ്. അത് വന്നിട്ട് അഗാദ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് 5 മിനിറ്റിലേക്ക് റെഡി ആവാൻ പറ്റുന്നു ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഈ മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ടൈം എടുക്കുമായിരിക്കും മേക്കപ്പ് ചെയ്യാൻ. എത്ര നേരം കൊണ്ടാണ് ഇവരൊക്കെ ഒരുങ്ങി ഇറങ്ങുന്നതിനൊക്കെ ആകെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻസ് കാണുമല്ലോ മൈൻഡിൽ. പക്ഷെ കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരുങ്ങാൻ പറ്റും. 5 മിനിറ്റിലും 10 മിനിറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഒരുങ്ങി വരുന്നത്. ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തു. ലൈക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്തു, പ്രൈമർ, കൺസീലർ, ബ്ലഷ്, പിന്നെ ഞാൻ ആ ചീക്ക് ടിൻറ്റ് വെച്ച് ഞാൻ ഐ ഷാഡോവും കൂടി കൈൻഡ് ഓഫ് ചെയ്തു. പിന്നെ ഐ പെൻസിൽ, മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു. ലിപ് ലൈനൊന്നും ഞാൻ അങ്ങനെ പുറത്തു പോകുമ്പോഴൊന്നും ചെയ്യാറില്ല. കൈൻഡ് ഓഫ് ഓക്കെ ആണെന്ന് തോന്നുന്നു. കോമ്പാക്ട് പൗഡർ വരെ ഞാൻ ഇട്ടു. പക്ഷെ എനിക്ക് കുറച്ച് ടൈം പോയത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മസ്കാര ഇടാൻ എനിക്ക് ടൈം കിട്ടുമെന്ന് വിചാരിച്ചല്ല. കാരണം ഞാൻ ചില സമയത്തൊക്കെ കണ്ണെഴുതുമ്പോഴില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വരില്ല. പക്ഷെ ഇന്നെന്തോ കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടി. എനിക്കൊരു ലൈറ്റ് വിങ് ആയാണ് ഇഷ്ടം. അപ്പം ഞാൻ ലൈറ്റ് ആയിട്ടൊരു വിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ ചലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ഫൺ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ എന്തുകൊണ്ട് ചെയ്തുവിടാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻജോയ് ചെയ്തെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എനിക്കൊരു സപ്പോർട്ട് തരാനും പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ആരും പറയരുത് ഞാൻ ഒരുങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം ശ്രുതി.